ചെമ്പനീർ പൂവിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിക്ക് ജോലിയൊന്നുമില്ല, വെറുതെ വീട്ടിൽ കിടന്നുറങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയെ കുത്തി നോവിക്കുന്നത് കണ്ട് സഹികെട്ട് സച്ചി അവൾക്കൊരു പൂക്കട വീടിന് മുന്നിൽ ഇട്ടുകൊടുക്കാണ്. പൂക്കടയുടെ പേര് ചന്ദ്രമതി എന്നാണ് ഇടുന്നത്. പൂക്കടയ്ക്ക് എന്തിനാ എന്റെ പേര് വെച്ചത്, എന്നെ നാണം കെടുത്താൻ വേണ്ടി അവൻ ഇത് മനഃപൂർവ്വം ചെയ്തതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ആണെങ്കിൽ കലി തുള്ളുന്നുണ്ട്. സച്ചി ആണെങ്കിൽ രേവതിക്ക് പൂരി മസാലയൊക്കെ വാങ്ങിക്കൊടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പൂ കെട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ശേഷം പൂക്കടയിൽ നിന്ന് കിട്ടിയ കാശ് സച്ചി എണ്ണി നോക്കുന്നതും ഇത് കണ്ടുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. എന്റെ ഭാര്യ ഒരു ദിവസം കൊണ്ട് 600 രൂപ സമ്പാദിച്ചു, ഇനിയും ഇതുപോലെ കുറെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യണം എന്നൊക്കെ സച്ചി ചന്ദ്രമതി കേൾക്കെ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. ഈ 600 രൂപ കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് രേവതി ചോദിക്കുമ്പോൾ വലിയ താജ്മഹൽ കെട്ടിക്കോ, 600 രൂപ ലാഭമല്ലേ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കളിയാക്കി സംസാരിക്കുന്നുണ്ട് ചന്ദ്രമതി. 1 രൂപ ആണെങ്കിൽ പോലും അത് ഇവള് കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ്. രേവതി, ഈ കാശൊക്കെ നീ കയ്യിൽ തന്നെ വെച്ചോ, നമ്മൾ ഇതുപോലെ ഒരു കട കൂടി തുടങ്ങും, ആ കടയിൽ 2-3 പേര് ജോലിക്ക് വെക്കാനും നിനക്ക് ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ സച്ചി രേവതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് നാളെ രാവിലെ 4 മണിക്ക് തന്നെ പൂ കെട്ടാനായിട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയെ കൊണ്ട് മുറിയിലേക്ക് ചെല്ലാണ്. എന്നിട്ട് എന്റെ ജീവിതം വീട്ടിലെ അടുക്കളയിൽ തീരുമെന്ന് ഞാൻ ഭയന്നിരുന്നു, പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ എന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു, അതിനെല്ലാത്തിനും കാരണം സച്ചിയേട്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിയാണ് കേട്ടോ രേവതി. എല്ലാം ശരിയായല്ലോ, പിന്നെ നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ച് സച്ചി രേവതിയെ കണ്ണുടയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണെന്ന് രേവതി പറയുമ്പോൾ എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് സന്തോഷിച്ചു തീർക്കല്ലേ, കുറച്ച് ബാക്കി വെക്കണം, നമ്മൾ ഈ കട ഡെവലപ്പ് ചെയ്യും, ഒരുപാട് ബ്രാഞ്ചുകൾ തുറക്കണം, എല്ലാം നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട, ശമ്പളം കൊടുത്ത് ഒരാളെ കൂടി വെക്കാം, എന്നിട്ട് നീ മുതലാളിയായി ഇരുന്നുകൊണ്ട് കാശ് എണ്ണി വാങ്ങിയാൽ മാത്രം മതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. സച്ചിയേട്ടൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ രേവതി. അടുത്ത ദിവസം രാവിലെ സച്ചിയെയും കൂട്ടി രേവതി പൂ വാങ്ങാനായിട്ട് പോവാണ്. തിരിച്ചു വരുന്നത് വഴി അവരൊരു ഹോട്ടലിൽ കയറി സച്ചിയാണെങ്കിൽ രേവതിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങി നൽകുന്നുണ്ട് കേട്ടോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, നമ്മൾ കഴിച്ചു, പക്ഷെ വീട്ടിലുള്ളവർക്ക് കൊടുത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അമ്മയുണ്ടല്ലോ, മാത്രമല്ല അമ്മയുടെ പുന്നാര മുരുമുള അവിടെ ഉണ്ടല്ലോ, ഒരു ദിവസം അവർ തനിയെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു എന്ന് കരുതി ആകാശമൊന്നും ഇഴിഞ്ഞു വീഴാൻ പോകുന്നില്ല എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അവർക്കുള്ള ടിഫിൻ കൂടി വാങ്ങിക്കൊണ്ട് പോകാം എന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട എന്നൊക്കെ സച്ചി ആദ്യം പറയുന്നുണ്ടെങ്കിലും സച്ചി പറയുന്നുണ്ട്, ശരി നീ ഒരു കാര്യം പറഞ്ഞിട്ട് ഇനി അത് കേട്ടില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കുള്ള ഫുഡ് കൂടി മേടിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ചന്ദ്രമതി ആണെങ്കിൽ എണീറ്റ് വന്ന് ഹാളിൽ വന്നിരുന്ന് രേവതിയെ വിളിക്കുകയാണ്. ഇടി രേവതി, ഇതുവരെ നീ എണീറ്റില്ലേ, കോഫിയൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ വിളിക്കുകയാണ്. അപ്പൊ ഇത് കേട്ടുകൊണ്ട് രവീന്ദ്രൻ അവിടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എത്ര വിളിച്ചു പോവിയാലും രേവതി മോള് വരാൻ പോകുന്നില്ല, നിന്റെ ആട്ടും തൊപ്പും ഒന്നും കേൾക്കേണ്ട കാര്യം ഇനി അവൾക്കില്ല, അവള് സച്ചിയും കൂട്ടി പൂ വാങ്ങാനായിട്ട് പോയിരിക്കുകയാണ്, നിനക്ക് കോഫി വേണമെങ്കിൽ നീ തന്നെ ഉണ്ടാക്കി കുടിച്ചോ എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ ഞാൻ കോഫി ഇട്ട് കുടിക്കാനോ, അവളിങ്ങ് വരട്ടെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കലിതുള്ളിയാണ് കേട്ടോ ചന്ദ്രമതി ചെയ്യുന്നത്. തുടർന്ന് ഗത്യന്തരമില്ലാതെ ചന്ദ്രമതി തന്നെ അടുക്കളയിൽ കയറി കോഫി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. തുടർന്ന് ശ്രുതിയോട് പറയുന്നുണ്ട്, മോളെ ശ്രുതി, നീ ദോശ ഉണ്ടാക്കുമെന്ന് ചന്ദ്രമതി പറയുമ്പോൾ ഇല്ല അമ്മേ, എനിക്ക് പാർലറിൽ കുറച്ച് അർജന്റ് വർക്ക് ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്നും പോവാണ് കേട്ടോ. ഇതേ സമയം സച്ചി രേവതിയും കൂട്ടി ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് തിരിച്ചു വരികയാണ്. തുടർന്ന് രേവതി പറയുന്നുണ്ട്, ഇതിൽ ദോശയും പൂരിയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാമേ, നിങ്ങൾക്ക് കഴിക്കാനൊക്കെ രേവതി പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോ എന്ന് സച്ചിയും പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് സച്ചി പറയുന്നുണ്ട്, പൂക്കച്ചവടം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, രേവതി വളരെ തിരക്കിലാണ്, അതുകൊണ്ട് വീട്ടു ജോലിക്ക് നിങ്ങൾ ഇനി വേറെ ആളെ വെച്ചോ, രേവതിക്ക് കട നോക്കി നടത്തണം, അത് കഴിഞ്ഞ് അടുക്കളപ്പണി ചെയ്യാനൊന്നും അവളെ കിട്ടില്ല, ഇനി മുതൽ നിങ്ങൾ അവളെ ശല്യം ചെയ്യാനും പാടില്ല എന്നൊക്കെ സച്ചി ചുട്ട മറുപടി തന്നെ ചന്ദ്രമതിക്ക് കൊടുക്കുന്നുണ്ട്. തുടർന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നീ ആരോട് ചോദിച്ചിട്ടാ ഈ വീടിന് മുന്നിൽ പൂക്കട തുടങ്ങിയത്, ഇത് എന്റെ വീടാണെന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ കട ഇട്ടിരിക്കുന്ന റോഡിലാണ്, റോഡ് നിങ്ങളുടെ പേരിലാണോ, ഇതിനെല്ലാം കാരണക്കാർ നിങ്ങളാണ്, ജോലിക്ക് പോകുന്ന മരുമകളെ എടുത്ത് തലയിൽ വെച്ചിട്ട് രേവതി എപ്പോഴും താഴ്ത്തി കെട്ടി സംസാരിച്ചു, രേവതിക്ക് നിങ്ങൾ ഈ വീട്ടിൽ ബഹുമാനം കൊടുക്കാതിരുന്നത് കൊണ്ടാണ് ഞാൻ അവൾക്ക് കടയിട്ട് കൊടുത്തത്,
ഇനി ഇവളും ശ്രുതിയെ പോലെ 4 കാശ് സമ്പാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ സച്ചി. ഈ സമയം രേവതിയാണെങ്കിൽ അടുക്കളയിൽ കയറി ജോലികളെല്ലാം ചെയ്യാൻ തുടങ്ങുന്നതും സച്ചി രേവതിയെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, രേവതി നീ ഇനി കടയിലെ ജോലി മാത്രം നോക്കിയാൽ മതി, വീട്ടിലെ ജോലി ഇവര് നോക്കിക്കോളും, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയുടെ കൈയും പിടിച്ചുകൊണ്ട് പൂക്കടയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെമ്പനീർ പൂവിന്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്